കൽക്കണ്ട ചേലുള്ള പഞ്ചരമുത്തിന് ഇന്നല്ലോ കാവില് ചോറൂണ്. പട്ടുഞൊറിയിട്ട എന്നുണ്ണിക്കണ്ണന് ഇന്നല്ലോ കാവില് ചോറൂണ്. കൊടുങ്ങല്ലൂർ കാവിലെ മീനാഭരണിക്ക് ആണ്ടു പിറന്നാളടുക്കയല്ലേ. കാവില് പോകണ്ടേ തന്നാട്ടം കാണണ്ടേ നര പൊന്നുങ്കട്ടെ ചാഞ്ഞുറങ്ങ് പുന്നര പൊന്നുങ്കട്ടെ ചാഞ്ഞുറങ്ങ്. കൽക്കണ്ട ചേലുള്ള പഞ്ചരമുത്തിന് ഇന്നല്ലോ കാവില് ചോറൂണ്. പട്ടുഞൊറിയിട്ട പുത്തനുടുപ്പിട്ട് അമ്മയുടെ വാവയ്ക്ക് ചോറൂണ്. അല്ലിമലർമുല്ല പൂക്കൾ വിരിഞ്ഞല്ലോ ദേവിക്ക് ചാർത്തുവാൻ മാല കോർക്കാൻ. പുള്ളിക്കുറുഞ്ചാത്തൻ കൂവി പുലരാറായി നേരം കളയാതെ ചാഞ്ഞുറങ്ങ് പുന്നര പൊന്നുങ്കട്ടെ ചാഞ്ഞുറങ്ങ്. കൽക്കണ്ട ചേലുള്ള പഞ്ചരമുത്തിന് ഇന്നല്ലോ കാവില് ചോറൂണ്. പട്ടുഞൊറിയിട്ട ഉന്നരക്കണ്ണന് ഇന്നല്ലോ കാവില് ചോറൂണ്. അജിത്ത് നമസ്കാരം. നമസ്കാരം. അജിത്തിന്റെ പ്രൊഫഷണൽ ഇതന്നെ നാടൻപാട്ട് മേഖലയിൽ തന്നെ? നാടൻപാട്ട് ഓണക്കളിയിലൊക്കെ ഉണ്ട്. ഓണക്കളി ഉണ്ട്. സ്ഥലം കറക്റ്റ് സ്ഥലം തൃശ്ശൂർ പുത്തൂർ എന്ന് പറയും. തൃശ്ശൂർ പുത്തൂരല്ലേ? ഓക്കെ. നാടൻപാട്ട് ഏതിലും സമിതിയിൽ പൂവ് അങ്ങനെ ചെയ്യണ്ട? മുമ്പ് പോണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെ പോവാറൊന്നുമില്ല. ഇപ്പൊ കൊട്ടിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണ കാരണം നാടൻപാട്ടിന് പോകാനായിട്ട് പറ്റും. കൊട്ടെന്ന് പറഞ്ഞാൽ കൊട്ടാൻ തമ്പോലം കൊട്ടാൻ പോകുന്നുണ്ട്. അതെ, ഓക്കെ. നാടൻപാട്ട് ഈ മേഖലയിൽ ആദ്യം പോയിരുന്ന ഏതിലും സമിതിയിൽ പോയിരുന്ന? പോയിരുന്നു. വീടിന്റെ അവിടെ തന്നെ ഒരു ടീം ഉണ്ടായിരുന്നു, അതിൽ പോണ്ടായിരുന്നു. ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് അച്ഛനമ്മ അനിയത്തി മാരേജ് ഒക്കെ കഴിഞ്ഞു. സപ്പോർട്ടിങ് ആണല്ലോ? എല്ലാവരും സപ്പോർട്ടിങ് ആണ്. ഇത് കൂടാതെ വേറെ വർക്ക് ഞാനിപ്പോ ബ്യൂട്ടീഷ്യനായിട്ട് സലൂണിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. ഈ നന്നായി പാടുന്നു കേട്ടോ. അപ്പോൾ വേറെ ടീമിലൊക്കെ പോകണം, ഈ ഏതെങ്കിലും നാടൻപാട്ട് സമിതിയിലൊക്കെ പോകണം. ഈ ഓണക്കളി ടീം തന്നെ ഓണക്കളി പാട്ട് വല്ല പാട്ടുകൾ എന്ത് ഇറക്കിയെന്നോ പറഞ്ഞു അന്ന് നമ്മൾ പരിചയം. കുറച്ച് റീലൊക്കെ ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. റീൽ ചെയ്യാറ് ഇങ്ങനെ ചെയ്യാറ്? നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ അതൊക്കെ. റീലൊക്കെ അത് റെക്കോർഡിംഗ് ആണ്. റെക്കോർഡിങ് ചെയ്യും? സ്റ്റുഡിയോ പോയിട്ട് റെക്കോർഡിംഗ് ആണത്? സ്റ്റുഡിയോ പോലെ സെറ്റ് ചെയ്തിട്ടാണ് വീട്ടിൽ. അതെ, ശരി. നന്നായിട്ടുണ്ട്, നല്ല ക്ലാരിറ്റി ഉണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. സമിതിയിൽ പോണട്ടാ, നമ്മള് ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പാടില്ല. ടീമില് നോക്കുന്നുണ്ട്, പക്ഷെ ഈ കൊട്ടും കാര്യങ്ങളായിട്ട് അല്ല തമ്പോലായതുകൊണ്ടേ എല്ലായിടത്തും പോകാൻ പറ്റില്ല. നമുക്കൊരു കാര്യം കൊട്ടിന് മാത്രമായിട്ട് പോകുമ്പോ പാട്ടിന്റെ സമയം വരുമ്പോ കൊട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അടുത്ത കൊല്ലം തൊട്ട് കൊട്ടൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പാട്ടിനായിട്ട് ഇറക്കണം. പാട്ട് എഴുതാറൊന്നുമില്ല? എഴുതാറൊന്നുമില്ല, പാട്ട് കേട്ട് പഠിക്കും. ഫാസ്റ്റ് പാട്ടൊക്കെ പാടാറുണ്ടല്ലോ? ഫാസ്റ്റ് എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല, കൂടുതൽ നല്ല നാടൻപാട്ട് മേഖലയിലൊക്കെ നമ്മള് പ്രത്യേകിച്ച് നാടൻപാട്ടിന് അങ്ങനെ പാട്ടുകൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഓണക്കളിയിൽ ഫീലാണ് പാട്ട് പാടാറ്. ടീമിൽ കളിക്കാനൊക്കെ ഇക്കൊല്ലം സാധിച്ച കാരണം കൂടുതൽ മുമ്പോട്ട് പാട്ടുകൾ ഓണക്കളി പാട്ടുകളാണ് നമുക്ക് ഇഷ്ടം കൂടുതൽ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഇക്കൊല്ലം അങ്ങനെ കളിക്കാൻ പറ്റി ടീമിൽ. അപ്പൊ ടീമിൽ കളിച്ച കാരണം അവര് അങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ പാടാം. വിനോദന്റെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ പാടാറ്. ആളുടെ എത്ര ടഫ് വന്നാലും ആ പാട്ട് ഞാൻ എങ്ങനെയും പഠിച്ചു. വിനോദന്റെ പാട്ടുകളാണ് കൂടുതൽ ചെയ്യാറ്. അത് എത്ര ടഫ് വന്നാലും, എത്ര ടഫുള്ള സോങ്ങുകളാണ് വിനോദം ചെയ്യുള്ളൂ. എത്ര ടഫ് വന്നാലും അത് ഞാൻ എങ്ങനെയും പഠിച്ചെടുക്കും. അത് ആളെ പാട്ട് എന്ന് പറഞ്ഞാൽ അത്രയും ക്രൈസ് ആയതുകൊണ്ടാണ് ഓണക്കളിക്ക് പോകാൻ തന്നെ ആയിട്ട്. ആളെ കണക്ഷൻ ഉണ്ട്, ആളായിട്ട് പരിചയമുള്ള കാരണമാണ് നമ്മൾ അതിലേക്ക് പോകാനായിട്ട് കാരണം. ആ ടീമിൽ കളിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു. അതുപോലെ നമ്മുടെ വീടിന്റെ അടുത്ത് കുറച്ച് ചേട്ടന്മാരുള്ള കാരണം അതിൽ കളിക്കാനായിട്ട് ഭാഗ്യം പറ്റി. പിന്നെ ആളുടെ കൂടെ ആളുടെ പാട്ടിന് കളിക്കാന്ന് പറയുമ്പോ അത്രയും വലിയ സന്തോഷം ഇല്ല വേറെ. ആള് ഒരുപാട് ഓണക്കളി പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ ഇറക്കിയിട്ടുണ്ട്. പാട്ടുകൾ കുറെ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അപ്പോ നന്നായിട്ട് നമുക്കൊരു പാട്ട് കൂടി പാടിയാലോ? ഒരു പാട്ട് കൂടി ആവാം.
വിനോദന്റെ പാട്ടാണ്. ആയിക്കോട്ടെ. തകർക്കണം പടത്തടുക്കണം തലയെടുത്ത് പോരിന് തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ ഉദിച്ച സൂര്യന് മുമ്പിൽ എല്ലാം ഒടുങ്ങണം തകർക്കണം പടത്തടുക്കണം തലയെടുത്ത് പോരിന് തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ ഉദിച്ച സൂര്യന് മുമ്പിൽ എല്ലാം ഒടുങ്ങണം ശുരരവരതു പലർ ശരമതിൽ പിടയണ് സുഗ്രീവാധിക രാമന് ചേർന്ന് കപികുല ബലമതിൽ അസുരരു പൊടിയണ് യുദ്ധം ഭീകരമായി തുടർന്ന് അധികായൻ മുതൽ അതിബലമുള്ളവർ മൃതിയിൽ ഒന്നൊന്നായതു വീണ് പടർക്കളം അതിനൊടുക്കണം പല കണക്കുകൾ ഇനി വിളക്കണം പകച്ചു പോയൊരു ആശാന്മാരെ കാണണം പക പുകഞ്ഞു തീയായി ലങ്കയെ നാളെ വിഴുങ്ങണം തകർക്കണം പടത്തടുക്കണം തലയെടുത്ത് പോരിന് തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ ഉദിച്ച സൂര്യന് മുമ്പിൽ എല്ലാം ഒടുങ്ങണം മക്കള് മരിമക്കള് പടപകുതി രാവണ വശമൊന്നവിടെ കഴിഞ്ഞ് നരനായകനില്ലാത്ത പടയ്ക്കൊരു നെടുനായകന രണമതറിഞ്ഞ് അത് സാന കളിയിന്ന് തുടങ്ങണം അപശകുനം ഇനിയുന്നുക ബന്ധം ഇറങ്ങണം അതിനൊരുങ്ങണം ചെറുകുരങ്ങുകൾ തല കറങ്ങണം പഠിച്ച വിദ്യകളെല്ലാം രാമൻ കാണണം തലതെറിച്ചു ഇനി കടലിൽ വീണു കർബന്ധമായി തകർക്കണം പടത്തടുക്കണം തലയെടുത്ത് പോരിന് തുടങ്ങണം കരുത്തരായവരെല്ലാവരും ഇനി വീഴണം ഈ ഉദിച്ച സൂര്യന് മുമ്പിൽ എല്ലാം ഒടുങ്ങണം. രസമുണ്ട്, നല്ല രസമുള്ള പാട്ടാണ്. നന്നായി പാടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഈ ഓണപ്പാട്ട് ഓണക്കളിപ്പാട്ടുകൾ നല്ല വഴങ്ങണ് നിനക്ക്. ആർക്കും ഓണക്കളി പാട്ടാണ് ഞാൻ അതിനൊക്കെ ഒരു പ്രത്യേക ശൈലിയാണല്ലോ. ഓണക്കളി പാട്ടുകൾ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് ചെറുപ്പം തൊട്ട് പാടി തുടങ്ങിയതാണ്. അങ്ങനെ മിക്ക പാട്ടുകളും പാടാൻ തന്നെ വിനോദന്റെ പാട്ടുകൾ ഞാൻ കൂടുതലും പാടുള്ളൂ. അത് ഞാൻ ചെറുപ്പം തൊട്ട് അത് കേട്ട് പഠിച്ചിട്ടുള്ള കാരണം ആളുടെ പാട്ടുകൾ മെയിനായിട്ട് ഞാൻ എടുത്ത് നോക്കുകയും എടുത്ത് പാടില്ല. അത് എത്ര ടഫുള്ള പാട്ടുകളാണെച്ചാലും എങ്ങനെയും പഠിച്ച് എടുക്കാനുള്ള ശ്രമിക്കും ഞാൻ. എന്തായാലും സന്തോഷം കേട്ടോ, ഇന്നത്തെ ഒരു എപ്പിസോഡിൽ വന്നതിലും പാട്ട് പാടിയാലും ഒന്ന് പരിചയപ്പെടാൻ സാധിച്ചതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് വേദികൾ കയറുക, നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യാറുണ്ട്. അതെ, കിട്ടട്ടെ. അതെ, എന്തായാലും സന്തോഷം.